ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണുവും കൂട്ടുകാരും ശാലിനി വിജയിച്ച സന്തോഷത്തിൽ കൊട്ടും ബഹളവുമായിട്ട് നടക്കുകയാണ്. വിഷ്ണുവും കൂട്ടുകാരും നന്നായിട്ട് കുടിച്ചിട്ടുമുണ്ട്. കൂട്ടുകാരൻ പാട്ട് പാടുന്നത് കേട്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഇങ്ങനെയല്ല പാട്ട് പാടേണ്ടത്, വ്യക്തമായിട്ടൊക്കെ പാടണം, അല്ലെങ്കിൽ നമ്മൾ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. സുസ്മിത ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സുസ്മിത അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതെന്താ പാമ്പുകളുടെ സമ്മേളനമാണോ എന്നൊക്കെ. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ സുസ്മിതയെ കാണുന്നു. അതിനുശേഷം വിഷ്ണുവിനോട് പറയുന്നുണ്ട് ആ വണ്ടിയിൽ സുസ്മിതയുണ്ടെന്ന്. വിഷ്ണു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് സുസ്മിതയൊന്നുമല്ല, വേറെ ആരോ ആണ്, സുസ്മിതയുടെ പേര് പോലും പറയാൻ കൊള്ളില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ആഘോഷം തുടങ്ങണ്ടേ എന്ന്. വിഷ്ണു അപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊട്ടും ബഹളവുമായിട്ട് പോകുന്നു. സുസ്മിത അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ പിന്നാലെ പോയാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള വഴി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കുമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാലിനി സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്ത കാര്യമൊക്കെ ഓർക്കുന്നു. ആ സമയത്ത് ശ്യാമ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇന്നൊരു ദിവസമെങ്കിലും ചേച്ചി സന്തോഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാണ്. കുഞ്ഞേച്ചി വിഷമിക്കുന്നത് അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഓർത്തിട്ടാണോ, സത്യാമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ, ആ കാര്യമൊക്കെ തൽക്കാലം മറക്കാനെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ അമ്മ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്, അതുമാത്രമല്ല നമ്മുടെ ജീവിതമെങ്കിലും സന്തോഷമായിട്ട് പോകണമെന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു. വിഷ്ണുവും കൂട്ടുകാരും ശാലിനിയുടെ വീടിന്റെ അടുത്തെത്തുന്നു. അതിനുശേഷം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ അകത്തേക്ക് പോയിട്ട് വരാമെന്നൊക്കെ. അതേസമയം ശ്യാമയാണെങ്കിൽ ശാലിനിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ, ആഹാരമൊക്കെ കഴിക്കണം, എന്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നു. ഗർഭിണിക്ക് പച്ചമാങ്ങ വേണോ അതോ മസാല ദോശ വേണോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട്. ശാരികയോടാണെങ്കിൽ മസാല ദോശ കൊണ്ടു കൊടുക്കാനെന്നൊക്കെ പറയുന്നു. വിഷ്ണു അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നു. അതിനുശേഷമാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. ശാരികയും അപ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് ഡബിൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറയുന്നു. തനിക്ക് സിവിൽ സർവീസ് മാത്രമല്ലല്ലോ കിട്ടിയിരിക്കുന്നത്, താനൊരു അമ്മയാകാൻ പോവുകയാണോ, ഞാനൊരു അച്ഛനാകാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒരുപാട് സന്തോഷിക്കുന്നു. എന്താണ് എന്നോട് പറയാഞ്ഞതെന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. ശാലിനിക്കും മറ്റുള്ളവർക്കും എന്തു പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ശാലിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിഷ്ണു ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ, കള്ളു കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, സിവിൽ സർവീസ് വിജയിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ രണ്ടാമത് കേട്ടത് തെറ്റാണ്, ശ്യാമയുടെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, ചേട്ടൻ കേട്ടത് തെറ്റായിട്ടുള്ള വാർത്തയാണെന്ന് പറയുന്നു. കുടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ തോന്നിയെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, ശാലിനിയാണ് ഗർഭിണി എന്നാണല്ലോ ഞാൻ കേട്ടതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടന് തോന്നിയതാണ്, അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. എന്റെ കൂടെപ്പിറപ്പിന്റെ മുന്നിൽ വെച്ച് എന്നെ കൂടി വിഷ്ണുവേട്ടൻ കള്ളത്തരം പറഞ്ഞ് അപമാനിപ്പിക്കരുതെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ എല്ലാവരോടും സോറി പറയാണ്. അതിനുശേഷം ശാലിനിയുടെ വയറിൽ തൊട്ടിട്ട് കുഞ്ഞുങ്ങളോടും സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എന്റെ വയറ്റിൽ കുഞ്ഞില്ല എന്ന്, ശ്യാമയുടെ വയറ്റിലാണ് കുഞ്ഞുള്ളതെന്ന്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനോടും സോറി പറയുന്നു, എല്ലാരോടും സോറി പറയുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് വെളിയിലേക്ക് വരാനെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ശാലിനിയും കൂട്ടി വിഷ്ണു വെളിയിലേക്ക് വരുന്നു. അതിനുശേഷം ശാലിനിയെ പിടിച്ചു കറക്കുകയാണ്. ശാലിനിയുടെ ചുറ്റും കൂട്ടുകാര് കൊട്ടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു. വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിച്ചിട്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം സുസ്മിത കാണുന്നുണ്ടായിരുന്നു. സുസ്മിത എപ്പോൾ വിചാരിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത്, ശാലിനി എന്തിനാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതിയിട്ട് സുസ്മിത വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുത്തതിന് ശേഷം സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ വീഡിയോ ഫാമി ആന്റിക്ക് അയച്ചു കൊടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഫാമി ആന്റി നോക്കിക്കോളുമെന്ന് വിചാരിക്കുന്നു. സത്യാമ്മ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ മെസ്സേജ് വരുന്നു. എടുത്തു നോക്കുമ്പോൾ വീഡിയോ മെസ്സേജ് ആണ്. സുസ്മിത എടുത്ത വീഡിയോ സത്യാമ്മയ്ക്ക് അയച്ചതാണ്. സത്യാമ്മ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ വിഷ്ണുവിനെയും ശാലിനിയും കാണുന്നു. പാട്ടും ഡാൻസും ബഹളവും എല്ലാം കണ്ടിട്ട് സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്